ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ് അവസാന ഭാഗം. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അത് ഞാൻ ബോസ് പറഞ്ഞുകൊണ്ടല്ല, പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ല നിനക്ക് അല്ലേടാ ചോദിച്ചുകൊണ്ട് കൈയുള്ള ഹോക്കി സ്റ്റിക്ക് അയാളുടെ നെടുമ്പുറം നോക്കി വീശി നജീബ്. ഒരാൾക്കും കരിയടങ്ങുന്നില്ലായിരുന്നു. കണക്കുകൾ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് അരിശം തീരുന്നവരെ എല്ലാവരും കൂടെ മാറി മാറി തല്ലി ചതച്ചു അയാളെ. ഇനി ഒരാളുടെ ജീവിതം തറക്കുക എന്ന ഉദ്ദേശത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക പോയിട്ട് അങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാൻ സാധിക്കുമോ എന്ന സംശയമാണ്. ഒരു തുള്ളി ജീവൻ ബാക്കി വെച്ച് അവരയാൾ ആ ഗോഡൌണിലേക്ക് തന്നെ ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മൂകമായിരിക്കുന്ന ഉപ്പയും ഉമ്മയുമാണ്. ഒരുമിച്ചുള്ളപ്പോൾ ഇങ്ങനെയല്ല രണ്ടുപേരും എപ്പോഴും കളിച്ചിരിയാണ്. എന്തോ പന്തികേട് മണത്ത റെയ്ഹാനും ഫെബിയൊന്നും മുഖത്തോട് മുഖം നോക്കി. ഉപ്പ എന്താ രണ്ടാളും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോടെ ചോദിച്ചുകൊണ്ട് ഫെബി രണ്ടുപേരെയും മാറി മാറി നോക്കി. അവര് പോവാണത്രേ, ഇനി ഈ വീട്ടിൽ നമ്മളോടൊപ്പം ഇല്ലെന്നാ പറയുന്നത്. മാമനും മാമിയും ഉപ്പ തടഞ്ഞില്ലേ? തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലല്ലോ, നീയല്ലേ. നിന്റെ ജീവിതത്തിലല്ലേ അവരുടെ മക്കൾ കാരണം പ്രശ്നങ്ങളുണ്ടായത്. വല്ലതും പറഞ്ഞ് ഞാൻ അവരോട് പിടിച്ചെടുത്തിട്ട് ഇനി നിനക്കൊരു ഇഷ്ടക്കേട് വരണ്ടാന്ന് കരുതി. ഫെബി മറുപടിയൊന്നും പറഞ്ഞില്ല. വേഗത്തിൽ നടന്ന് അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. വാതിൽക്കൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഡ്രസ്സുകളെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുന്ന മാമിനെയും മാമിയുമാണ്. എങ്ങോട്ടോ ഇപ്പൊ ഒരു യാത്ര? ചോദ്യം കേട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. ആ മോ വന്നോ? നിന്നെ കരുതിയിരിക്കായിരുന്നു ഞങ്ങള്. ഉപ്പയെ കണ്ടില്ലേ നീ? ഉപ്പ പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? പറഞ്ഞു, അതുകൊണ്ടാ ഓടിപ്പിടിച്ച് വന്ന്. ആ ഒരു രണ്ടുപേരും വിവരമില്ലാതെ ചെയ്തു കൂട്ടിയതിന് ഇത്രയും വർഷത്തെ ബന്ധം പിടിച്ച് നിങ്ങളിവിടെ വിട്ടു പോയിട്ട് എന്താ കാര്യം? മാമനായിട്ട് ഇനി ഞാനാവുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ആ മോന പറയുന്നത് ഇവിടുന്ന് ആരും ഇങ്ങോട്ട് പോകുന്നില്ല. കാലിദിനി എപ്പോഴാണോ വരുന്നത് അപ്പൊ നേരിടാ അവനെ. പിന്നെ സോന, അവളുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഉടനെ അത് നടപ്പിലാക്കാം. അതോടെ തീരും നിലവിലുള്ള എല്ലാ തലവേദനകളും. അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടു. ബാഗിലേക്ക് കയറ്റിയൊക്കെ തിരികെടുത്ത് വെച്ചോ. ഉമ്മയും ഉപ്പയും ഇങ്ങോട്ട് പറഞ്ഞോടാ, നിങ്ങൾ പോവാണെന്നൊരു ടെൻഷൻ അടിച്ചിരിക്കുക അവിടെ. നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ നോക്കി പറഞ്ഞോണ്ടാവും മുറി വിട്ടിറങ്ങി. സോന, ഈ പാക്കിങ്ങിന്റെ ആവശ്യമില്ല, എല്ലാം തിരികെ വെച്ചേക്ക്. തന്റെ റൂമിലെല്ലാം പെറുക്കി കൂട്ടിയായിരുന്നു അവളും. പെട്ടെന്നാണ് പുറകിൽ ഫെബിയുടെ ശബ്ദം വരുന്നത്. കാര്യം മനസ്സിലാവാതെ അവൾ അവനെ നോക്കി നെറ്റി വിളിച്ചു. മാമനോടും മാമിയോടും സംസാരിച്ച് ഞാൻ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കിയിട്ടുണ്ട്. മോരട്ട് സ്വഭാവം പുറത്തെടുക്കൂലെന്നാണെങ്കിൽ നിനക്കും അവരോടൊപ്പം ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവാം. അവൻ അവളെ തുറിച്ചു നോക്കി പറഞ്ഞു. പെട്ടെന്ന് അവൾ നോട്ടം തെറ്റിച്ചു. ആദ്യം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന റെയ്യാന്റെ കല്യാണം ഉണ്ടാവും. അതിന്റെ കൂടെ നിന്റെ നടത്തുന്ന ഞങ്ങൾ കരുതുന്നത്. നീ ആയിട്ട് അതിനെ എതിര് നിൽക്കരുത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആദ്യം മോളുടെയും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുണ്ട്. ഞങ്ങളുടെ നല്ല നിമിഷങ്ങളെല്ലാം വേദനയോടെ കൊഴിഞ്ഞു പോയത് നീയും നിന്റെ ആങ്ങളെയും കാരണമാണ്. ഇനി അത് ആവർത്തിക്കരുത്. അവനുള്ള കണക്കിന് കൊടുത്തുകൊണ്ട് ഇനിയൊന്നിനും വരില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. പിന്നെയുള്ളത് നീയാ. മനസ്സിലൊന്നും അവശേഷിപ്പിക്കാതെ കിട്ടുന്നവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അപ്പം നിനക്കും കിട്ടും സമാധാനവും സന്തോഷം നിറഞ്ഞ ജീവിതം. ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക. ഇനിയെങ്കിലും ആളുടെ മറുപടിക്കായി കാത്തില്ല. ഫെബി അവിടെ വിട്ട് ഇറങ്ങിപ്പോയി. ആലോചനയോടെ സോന ബെഡിലേക്ക് ഇരുന്നു. ദിനങ്ങൾ കൊഴിഞ്ഞുപോയി. എല്ലാം പഴയ അവസ്ഥയിലേക്ക് തന്നെ ഒഴുകി തുടങ്ങി. റിയാന്റെയും സോനയുടെയും കല്യാണം ഒരു ദിവസം ഒരേ പന്തിൽ വെച്ച് നടത്താമെന്ന് തീരുമാനമായി. അതിന്റെ ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. ആദ്യം കുഞ്ഞു മടങ്ങി വരുമ്പോഴേക്കും ജോലികളെല്ലാം ഒതുക്കണം. ആ തിരക്കുമുണ്ട്. വീടൊരിക്കലും ഡ്രസ്സൊരിക്കലും ഗോൾഡ് എടുക്കലും എല്ലാം കൂടി തിരക്ക് പിടിച്ച ഒരു സമയമായിരുന്നത്. ഒരു ദിവസം രാത്രി ഫ്രണ്ട്സിന്റെ കൂടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതായിരുന്നു സോന. സമയം നന്നേ ലേറ്റായിരുന്നു. കൈയുള്ള കവറുകളെല്ലാം ബെഡിലേക്ക് ഇട്ടവൾ അവിടെ തന്നെ ഇരുന്ന് നടുനിവർത്തി. പെട്ടെന്നാണ് പുറകിൽ ഡോറ് കൊട്ടിയടന്ന് ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ ഭയത്തോടെ തള്ളി പുറത്തേക്ക് വന്നു. ബൾബിന്റെ വെള്ള വെളിച്ചത്തിൽ പോലും കറുത്തിരുണ്ട രൂപം തന്നെ തുറിച്ചു നോക്കുന്നു. ഒച്ചയെടുക്കാൻ വായ തുറന്നെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഒന്നനങ്ങാൻ പോലും സാധിക്കാതെ ഇരുന്നിടത്ത് തറഞ്ഞുപോയവൾ. അയാളുടെ കാലുകൾ പതിയെ അവിടെ അരികിലേക്ക് ചലിച്ചു. അവളുടെ നെഞ്ചിരിപ്പ് കൂടി. കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. മരണം മുന്നിൽ കണ്ട നിമിഷം വാപൊത്തി പിടിച്ചും നെഞ്ചത്ത് കൈവച്ചും ക്രമാതീതമായ ഹൃദയമിടിപ്പിനെ ബാലൻസ് ചെയ്ത് നിർത്തിയവൾ. അയാൾ അവൾക്ക് മുമ്പിൽ വന്നു നിന്നു. ഒരു കാലെടുത്ത് ബെഡിലേക്ക് കയറ്റി വെച്ചു. ശേഷം ശക്തിയായി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. വേദന സഹിക്കാൻ കഴിയാതെ അവളിരുന്ന് ഞെരിപിരി കൊണ്ടു. കറുത്ത ചായം തേച്ച അവന്റെ കണ്ണുകളുടെ ഉൾവശം അവളോടുള്ള ദേഷ്യം കൊണ്ട് ചുവന്നു കലങ്ങി. മറ്റേ കൈകൊണ്ട് അവൻ തന്റെ പിന്നിൽ ഒളിപ്പിച്ച കത്തി വലിച്ചൂരിയെടുത്ത് നെറ്റിയിൽ പുരികങ്ങൾക്കിടയിലായി കുത്തിവെച്ചു. അവളുടെ മിഴികൾ ദയനീയമായി അവന്റെ മുഖത്ത് പതിച്ചു. ജീവനിൽ കൊതിയുണ്ടല്ലേ നിനക്ക്? പിന്നെ എന്തിനാടി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിച്ച് തമാശയാണെന്ന് വിചാരിച്ചോ? വെറും കുട്ടികളിയാണെന്ന് കരുതിയോ? എല്ലാവർക്കും ഉണ്ട് വികാരങ്ങളും വിചാരങ്ങളും. നിനക്ക് കിട്ടാത്ത മറ്റുള്ളവരെയും തട്ടിപ്പറിച്ചെടുക്കുകയല്ല വേണ്ടത്, ക്ഷമയോടെ വിട്ടുകൊടുക്കുക വേണ്ടത്. ഇപ്പൊ ഉറപ്പിച്ച നിന്റെ ഈ കല്യാണം കുറഞ്ഞ നാളിലേക്കുള്ള ഒന്ന് മാത്രമേ മാറ്റരുത്. കിട്ടിയതിൽ തൃപ്തിപ്പെട്ടോളണം. അടങ്ങി ഒതുങ്ങി ജീവിച്ചോളണം.
ഇനി മേലാൽ ആദിയുടെയും ഫെബിയുടെയും ജീവിതത്തിലേക്ക് എങ്ങാനും കയറിയിട്ടങ്ങേറുണ്ടാക്കിയ നിന്നെ കൊല്ലാനാ ഞാനിപ്പോ വന്നത്. പക്ഷേ ഒരവസരം കൂടി തരിക നന്നാവാൻ. നന്നായി ജീവിച്ചു കാണിക്കുക. അത് തെറ്റിച്ച എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും എന്റെ ബാക്കി ജീവിതം ജയിലിനകത്തായാലും ശരി, നിന്നെ തീർക്കും ഞാൻ. തീർത്തിട്ടേ അടങ്ങും. അയാൾ അവൾ ഒരുപോലെ കിതക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ദേഷ്യം കൊണ്ടും മറ്റേത് ഭയം കൊണ്ടും. ഇടത് കൈയിലെ കത്തി അവളുടെ നെറ്റിയിൽ നിന്നും പിൻവലിച്ചവൻ കവിളിൽ കുത്തിപ്പിടിച്ച കയ്യാലെ ഒറ്റത്തള്ളു പുറകോട്ട് വെച്ചു കൊടുത്തു. അതോടെ അവൾ ബെഡിലേക്ക് മലർന്നടിച്ച് വീണു. അവിടുന്ന് അവളൊന്ന് അനങ്ങുന്നതിന് മുന്നേ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് കടന്നിരുന്നവൻ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ കുറെ സമയം തന്നെ വേണ്ടി വന്നു അവൾക്ക്. കൊഴിഞ്ഞുപോയ ശക്തി വീണ്ടും കിട്ടിയതും ബെഡിൽ എഴുന്നേറ്റിരുന്നവൾ കഴിഞ്ഞുപോയ നിമിഷത്തെ പിന്നെയും പിന്നെയും ഓർത്തെടുത്തു. ശരീരത്തിൽ ഒരിടം പോലും കാണാത്ത ആ കറുത്ത രൂപം അവളുടെ മനസ്സിനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എങ്കിലും ഒന്നുറപ്പായിരുന്നു, അത്രയും പരിചയമുള്ള ഒരു വ്യക്തിയാണ് തനിക്കരിയിലേക്ക് കടന്നു വന്നെന്ന്. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ. അത് ആ സംസാരത്തിൽ നിന്ന് അവൾക്ക് ബോധ്യമായിരുന്നു. ഒരു പരാതി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്വയം നാറും. കേസ് അതിന്റെ അടിവേര് അന്വേഷിച്ചു പോകുമ്പോൾ താൻ ചെയ്തു കൂട്ടിയതൊക്കെ തെളിയിക്കപ്പെടും. ചിലപ്പോൾ ഇക്കാനെയും പിടിച്ച് അകത്തിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിന്തിച്ചൊരു ഉത്തരം കണ്ടെത്തിയതോടെ ഒന്നും വേണ്ടെന്ന് വെച്ചവൾ തൽക്കാലം ഈ വിവരം പുറത്താരും അറിയുക തന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു. ഏതോർമ്മയിൽ ഓടിച്ചെന്ന് ഡോറടച്ച് ലോക്ക് ചെയ്തു. ശേഷം ചെക്കിൽ നിന്ന് മതി വരുവോളം വെള്ളമെടുത്ത് വായിലേക്ക് അമിഴ്ത്തി. ഫെബിക ഒന്ന് പെട്ടെന്ന് ദേ വരുന്നടി. കണ്ണാടിക്കൊമ്പിൽ നിന്ന് ഒന്നുകൂടി തിരിഞ്ഞു മറിഞ്ഞു നോക്കിയവൻ ആദിക്ക് നേരെ നടന്നു. ഇങ്ങ് വാമുത്തേ. ആളുടെ കയ്യിൽ കിടന്ന കുഞ്ഞിനെ വാരിയെടുത്തവൻ കവിളിലൊന്ന് മുത്തി. ടൈമറായി, പെട്ടെന്ന് വാട്ടോ. ഒരു 10 മിനിറ്റ്. ഫെബി പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു. ആദ്യം നേരെ പകുതിയാക്കി വെച്ച സാരി വീണ്ടും ഞൊറിഞ്ഞു തുടങ്ങി. മോളുടെ കരച്ചിൽ കാരണം എല്ലാം വൈകിരുന്ന അവളുടെ. എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന ചിന്തയിൽ ധൃതിയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുമ്പോഴാണ് പെട്ടെന്ന് വാതിലും തുറന്ന് ഫെബി കയറി വരുന്നത്. അകത്തേക്ക് കയറി അതേപോലെ അവൻ ഡോറടക്കുകയും ചെയ്തു. മോളെവിടെ? ഉമ്മയുടെ കൈ കൊടുത്തു. തിരിഞ്ഞു, അവർക്ക് റെഡിയായിട്ട് വെയിറ്റ് ചെയ്യാം. ആളെ പിടിച്ച് കണ്ണാടിക്ക് നേരെ തിരിച്ചവൻ മിറർ സ്റ്റാൻഡിൽ നിവർത്തി വെച്ച നെക്ലേസ് എടുത്ത് അണിയിച്ചു കൊടുത്തു. ശേഷം പണിട്ട് മുടിയും കെട്ടി മുല്ലപ്പൂ വെച്ച് പിൻ ചെയ്തു. റിയാനെ കണ്ടോ? കണ്ടു. മണവാളൻ നല്ല മൊഞ്ചനായി ഒരുങ്ങിയിട്ടുണ്ട്. സോനയോ? അവളും താഴെയുണ്ട്. മോന്തക്ക് വലിയ തെളിച്ചൊന്നുമില്ല. അത് സാറില്ല, ഒക്കെ സാധനം റെഡി ആയിക്കോളും. ആ ഭാഗം മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. സംസാരിക്കുന്നതിൽ ഷോൾ കൂടി റോൾ ചെയ്തെടുത്തിരുന്ന അവൾ. എങ്ങനെയുണ്ട്? സൂപ്പർ. കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി. അവിടെ മുഴുവൻ പർപ്പിൾ മയം. എല്ലാവരും പർപ്പിൾ കളറുള്ള ഡ്രസ്സാണ്. ജെൻസ് മൊത്തം പർപ്പിൾ ഷർട്ട്, ലേഡീസ് മൊത്തം പർപ്പിൾ സാരി. സോന ഡാർക്ക് റെഡ് നിറത്തിലുള്ള അഹങ്കനിറയെ ഗോൾഡൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട്. മുഖാമുഖം കണ്ടപ്പോൾ ആദ്യം അവൾക്ക് സൂപ്പർ എന്ന് കാണിച്ചു. മറുപടിയായി സോനയൊന്ന് പുഞ്ചിരിച്ചു. ഷിഫയും നസ്രിയും എല്ലാം പർപ്പിൾ സാരിയിൽ തിളങ്ങുന്നുണ്ട്. കുഞ്ഞിമാലാകമാരൊക്കെ വൈറ്റുടുപ്പും. ആദിയുടെ കണ്ണിൽ റെയ്ഹാനായി ആട് മൊത്തം തെരഞ്ഞതും ഒരു ഭാഗത്ത് നജീബിനോട് ശ്യാബിനോട് കത്തിയടിച്ച് നിൽക്കുന്ന കണ്ടു. വൈറ്റ് കൂർത്തയും ഗോൾഡൻ കളർ ദുപ്പട്ടയും വൈറ്റ് തലപ്പാവും. ആളൊരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിപ്പോയവനെ. അത്രക്ക് മുഞ്ചുണ്ടായിരുന്നു. വിടുന്ന മുഖമായി പെട്ടെന്ന് നടന്നെടുത്ത് അവനരിയിലേക്ക് അവിടെ ചെന്ന് അവനോട് സംസാരിച്ച് 2 വാരിലും വാരി തിരികെ പോന്നിട്ടും മനസ്സിനൊരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം പ്രധാനപ്പെട്ട 2 എണ്ണം മിസ്സിംഗ് ആണ്. എവിടെയും ചെന്നിന്ന് കുറുകുന്നുണ്ടാവുമെന്ന് കരുതി സ്റ്റെയറേറി മുകളിലെത്തിയതാ. ദേ നിൽക്കുന്ന ഓപ്പൺ ടെറസിൽ 2 കൂടെ. ചുമ്മാ നിൽക്കുകയല്ല, തിരിഞ്ഞു മറിഞ്ഞു ഒട്ടിച്ചേർന്ന് ഇന്ന് സെൽഫി എടുക്കുന്നു. കുറച്ചു സമയം നോക്കിയെന്നെങ്കിലും ഈ ജന്മത്തൊന്ന് 2 സ്ഥലകാലബോധം വലിയെന്ന് മനസ്സിലായതും ആൾ ഇടിച്ചു കയറി അവിടെ നടുവിലോട്ട് ചെന്നു. വെറുതെ അല്ല ഫെബിക്കയും ഷിയാബിക്കയും നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തി തരാത്ത. ലൈസൻസും കൂടി ആയ പിന്നെ പിടിച്ചാക്കിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ. ആ ശബ്ദം കേട്ടതും ആഷിയുടെ ഷർട്ടിൽ അള്ളി പിടിച്ച പിടുത്തം വിട്ട് റിൻഷ തിരിഞ്ഞു നോക്കി. ആഷി അവളെ നോക്കി നന്നായി വിളിച്ചു കൊടുത്തു. ഏതായാലും വന്നാലേ, ഞങ്ങൾ 2 ആളും കൂടി നിൽക്കുന്ന നല്ലൊരു പിക്ക് എടുത്താ നീ. ആഷി തന്റെ ഫോണ് ആദിക്ക് നേരെ നീട്ടി. എടാ പൊട്ടാ, താഴെ നിൽക്കാൻ തുടങ്ങി, പെട്ടെന്ന് ചെല്ലം കൂട്ട്. അല്ല തുടങ്ങിയോ? കേട്ട പാതി കേൾക്കാത്ത പാതി അവന് ഓട്ടം വെച്ചു കൊടുത്ത് താഴേക്ക്. ഇനിയും മോളെ ഞാൻ പ്രത്യേകിച്ച് എണിക്കണം, പാടിക്കോട്ട്. ആൾ ഒച്ചയെടുത്ത് റിൻഷ ഒന്ന് വിളിച്ചു കൊടുത്തു. ശേഷം 2 പേരും കൂടി താഴേക്ക് നടന്നു. കല്യാണത്തിന്റെ പേരും പറഞ്ഞ് 2 ദിവസം മുന്നേ കെട്ടിയെടുത്ത അവൾ ഇങ്ങോട്ട്. അതിന്റെ പുറകിലായ ആഷി അന്ന് പോയി കിട്ടിയത് ആദിയുടെ മനസ്സമാധാനം. താഴെ നിൽക്കാതെ തുടങ്ങി. ആദ്യം സോനയുടെയും പിന്നെ റെയ്ഹാന്റെയും. സോനയുടെ ചെക്കനെ കാണാൻ എല്ലാവരും തിക്കും തിരക്കും കൂട്ടി നോക്കുമ്പോൾ ഫെബിയുടെ മനസ്സ് മാത്രം പ്രാർത്ഥന കൊണ്ട് നിറയുകയായിരുന്നു. അവൾ കാരണം ഇവന്റെ ജീവിതം കൂടി കണ്ണീരിലാവില്ലേ എന്ന്. ആ നിൽക്കാൻ കഴിഞ്ഞു. ചെക്കൻ റെയ്ഹാന് വേണ്ടി മാറിക്കൊടുത്തു. സ്റ്റേജിലേക്ക് കയറുന്നതിന് മുന്നേ അവൻ ഉപ്പയുടെയും ഉമ്മയുടെയും കയ്യിൽ പിടിച്ച് സമ്മതം വാങ്ങി. അവർ 2 പേരും അവന്റെ ഇരുകവിളുമായി അമർത്തി ചുംബിച്ചു. ശേഷം ഫെബിയെ ഒന്ന് ആഞ്ഞു പുലുകിക്കൊണ്ട് നിക്കാഹിനിരുന്നു. എല്ലാവരും നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി കണ്ട കാഴ്ചയായിരുന്നത്. നിക്കാഹ് കഴിഞ്ഞതും വധുവരന്മാർക്കിരിക്കാനുള്ള ഇരിപ്പിടം അറേഞ്ച് ചെയ്തു വേദിയിൽ. സോനയെയും ചെക്കനെയും ആനയിച്ച് ആദ്യം അവിടേക്ക് ഇരുത്തി. ആ ഫ്രെയിം വീട്ടുകാരും പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആളെ കൈ പിടിച്ച് കയറ്റാൻ റയ്യാൻ തന്നെ മുന്നിൽ നടന്നു.
മലർക്കെ തുറന്നിട്ട ഗേറ്റിനടുത്ത് തൂവെള്ള വസ്ത്രം അണിഞ്ഞൊരു മാലാഖയെ പോലെ റിയാനെയും പ്രതീക്ഷിച്ച് അവൾ നിൽപ്പുണ്ടായിരുന്നു. തമിഴ് കണ്ടതും ഇരുവരുടെയും ചുടിയിൽ പ്രണയത്തിൽ പൂത്ത നറുപുഞ്ചിരി വിരിഞ്ഞു. അവൻ ചെന്ന് അവൾക്ക് നേരെ കൈനീട്ടിയതും അവൾ തന്റെ വലതുകര അവന്റെ ഇടത് കൈയിലേക്ക് ചേർത്ത് വെച്ചു. അവനോടൊപ്പം സ്റ്റേജിലേക്ക് നടക്കാനൊരുങ്ങിയതും ഫെബിയും ആദ്യം വന്ന് അവരുടെ ഇരുവശങ്ങളുമായി ചേർന്നു. കൊട്ടും പാട്ടും ആരവങ്ങളുമായി രണ്ടുപേരെയും കൊണ്ട് സ്റ്റേജിലേക്ക് ഇരുത്തി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു പോയി. ക്ഷണിക്കപ്പെട്ട ആളുകൾ മുഴുവൻ എത്തിയെന്ന് തോന്നിയതും ഇരു മണവാളന്മാരും മണവാട്ടികൾക്ക് മഹറണിയിച്ചു. സ്വപ്നം കണ്ട ധന്യ മുഹൂർത്തം. സോനയാസും പരസ്പരം നോയി പുഞ്ചിരിച്ചപ്പോൾ റിയാന്റെയും അഫ്രിയുടെയും മിഴികൾ തമ്മിൽ പ്രണയത്തോടെ കോർക്കുകയായിരുന്നു. അതിന്റെ പ്രതിഫലമായി ഇരുവരുടെയും കവിളുകൾ പ്രകാശിച്ചു. മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ വിവാഹവും അനന്തര പരിപാടികളും ഏറ്റവും മനോഹരമായി തന്നെ പര്യവസാനിച്ചു. സോനയെ ചെക്കനൊപ്പം അവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതും എല്ലാവർക്കും നേരാവണ്ണെന്ന് ശ്വാസം വിട്ടു. അതുപോലെ അഫ്രയെ അവിടെ ഏൽപ്പിച്ച് അവരുടെ വീട്ടുകാരും മടങ്ങിപ്പോയി. കൊടുന്നളപ്പിൽ വിറകൊള്ളുന്ന UK നഗരം. സ്ട്രീറ്റിലെ ഫുട്പാത്തിലൂടെ ഒരു മധ്യവയസ്കൻ വേഗത്തിൽ നടന്നു. കയ്യിൽ വലിയൊരു കിറ്റുണ്ട്. റോഡ് സൈഡിലെ വുഡൻ ബെഞ്ചിലും നിലത്തുമായി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന അഭയാർത്ഥികൾക്ക് കഴിക്കാൻ കുടിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് അയാളുടെ കയ്യിലെ കവറിലുള്ളത്. പ്രതീക്ഷിച്ച പോലെ 1-2 ആളുകൾ ഇന്ന് അവിടെയുണ്ട്. അയാൾ വേഗത്തിൽ ചെന്ന് അവിടെ അരികിൽ മുട്ടുകുത്തി. 2 മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട വയോവൃദ്ധന്മാരായിരുന്നു. വേഗം കവർ തുറന്ന് അവർക്കുള്ള ചൂട് ഭക്ഷണം എടുത്തു കൊടുത്തു. ആർത്തിയോട് അത് വാങ്ങിക്കഴിക്കുമ്പോൾ നന്ദി സൂചകമായി അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം മിഴികളിൽ നനവുപടരുകയും ചെയ്തിരുന്നു. അതൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്യാതെ അയാളുടെ മിഴികൾ ചുറ്റിലും പായുകയാണ്. കഴിഞ്ഞ 6 മാസത്തോളമായി ഒരേ അവസ്ഥയിൽ ഇവിടെ കാണുന്ന ആൾ രൂപം ഇന്ന് അവിടെ കാണുന്നില്ല. മനസ്സിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവരോട് ആവശ്യമുള്ള കഴിച്ചോന്ന് പറഞ്ഞ് പുറത്തുനിന്ന് തട്ടിയ ശേഷം അയാൾ എഴുന്നേറ്റ് ചുറ്റിലും നടന്ന് നോക്കി. പാർക്കിലെ പുല്ലുവാകിയ നിലത്ത് ഒരരികിലായി വിസിറ്റേഴ്സിന് റെസ്റ്റ് ചെയ്യാൻ നിർമ്മിച്ച ചെറിയ സില്ലുകൂടിന്റെ പുറത്തെ വരാന്തയിൽ ഒരു രൂപം ചുരുണ്ട് കിടക്കുന്ന പോലെ തോന്നിയതും അയാളുടെ കാലുകൾ വേഗത്തിൽ അങ്ങോട്ട് ചലിച്ചു. ആ രൂപത്തിനടുത്ത് മുട്ടുകുത്തിരുന്ന് മെല്ലെ തട്ടി വിളിച്ചു, ഏയ് മാൻ, ഏയ്. ആ വിളിയിൽ മുഖത്തെ പുതപ്പ് മാറ്റിയവൻ എഴുന്നേറ്റിരുന്നു. കിടിലം കൊള്ളുന്ന അവന്റെ കൈകളും ചുണ്ടുകളും കണ്ട് അയാൾക്ക് വല്ലാതെ സഹതാപം തോന്നി. ധരിച്ചിരുന്ന ജാക്കറ്റ് ഊരി അയാൾ അവന് ധരിപ്പിച്ചു. ആ മിഴികൾ നിറഞ്ഞു വന്നു. 1 മിനിറ്റ്. അയാൾ വേഗത്തിൽ എഴുന്നേറ്റ് പോയി കുറച്ച് ഭക്ഷണവും ചുടുപാനീയമായി തിരിച്ചു വന്നു. ആ ഒരു നേരം നീട്ടിയെങ്കിലും അത് വാങ്ങിച്ചു കഴിക്കാനുള്ള ശക്തിയില്ലായിരുന്നു. ദയനീയമായി ആ മിഴികൾ വന്ന് അയാളുടെ മുഖത്ത് പതിച്ചവും അയാൾ തന്നെ ഭക്ഷണം എടുത്ത് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവനെ കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു. എ മാൻ, വാട്ട് ഈസ് യുവർ നെയിം? വെയർ ആർ യു ഫ്രം? ഉത്തരം കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പതിവ് ചോദ്യം വെറുതെ ഒന്ന് ആവർത്തിച്ചു. അവനയാൾക്ക് മുഖം കൊടുത്തില്ല. മതിയെന്ന് കാണിച്ച് അടുത്തുള്ള ബോട്ടിൽ നിന്ന് വായ കഴുകി വേഗത്തിൽ തിരിഞ്ഞിടന്നു. അവരെ നോക്കിയൊന്ന് ഇടിവീർപ്പിട്ടുകൊണ്ട് അയാൾ എഴുന്നേറ്റു. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അവിടുത്തെ ഗവൺമെന്റിനെ അറിയിച്ച് നാട്ടിലേക്ക് എത്തിക്കാന്നായിരുന്നു അയാളുടെ ചിന്ത. പക്ഷെ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയുന്നവരേക്കും അയാൾ നിസ്സഹായനാണ്. അയാൾ തന്നിൽ നിന്ന് നടന്നീങ്ങിയെന്ന് മനസ്സിലായതും അവൻ മേലിൽ നിന്ന് തിരിഞ്ഞു നോക്കി. എന്തൊക്കെ അയാളോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും മനസ്സനുവദിക്കുന്നില്ല. പറഞ്ഞാലെല്ലാം പറയേണ്ടി വരും. അതുതന്നെയാണ് കാരണം. ഓർമ്മകളിലേക്ക് പലതും തികട്ടി വന്നു. സ്നേഹനിധികളായ ഉപ്പയും ഉമ്മയും സഹോദരിയും, ഉറ്റ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ജനിച്ചു വളർന്ന നാടും വീടും എല്ലാം നഷ്ടബോധം കൊണ്ട് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു നെഞ്ചം. എന്നിട്ടും എല്ലാം സഹിച്ചേ പറ്റൂ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് കരുതിയതല്ലല്ലോ. പുതിയ പ്രൊജക്ടിന്റെ ആവശ്യത്തിനായി UK പറക്കാനൊരുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത്. എടുത്തു നോക്കിയപ്പോൾ ആ ലോറി ഡ്രൈവറാണ്. എന്റെ വേണ്ടപ്പെട്ടവരാരൊക്കെയോ ചേർന്ന് അവനെ തള്ളി ചതച്ചുവെന്നും ശരീരം തളർന്ന് കിടപ്പിലായെന്നും സാമ്പത്തികമായി സഹായിക്കണമെന്നൊക്കെ പറയാനാണ് അയാൾ വിളിച്ചത്. എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഫോണും കെട്ടിയിരുന്നല്ലാതെ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയാളെ കൊണ്ട് തനിക്കിനി ഉപകാരമൊന്നുമില്ലല്ലോ എന്നായിരുന്നു അപ്പോഴത്തെ ചിന്ത. UK എത്തിയപ്പോൾ താൻ പിന്നെ വേറെ ലോകത്തായിരുന്നു. പുതിയ പാർട്ണർ, പുതിയ ലൈഫ്. മുമ്പൊരിക്കൽ സിംഗപ്പൂരിൽ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു അവനെ. പിന്നെ ഫോണിലൂടെ ബന്ധം തുറന്ന് പാർട്ണർഷിപ്പിൽ ന്യൂ പ്രോജക്റ്റ് തുടങ്ങുന്നവരെ കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഇങ്ങോട്ട് ചേക്കേറിയതും. പക്ഷെ കണ്ണുപോയത് ഏഞ്ചലിനെ പോലുള്ള അവന്റെ ഗേൾഫ്രണ്ടിലേക്കും ആളുടെ ബോഡി സ്ട്രക്ചറിലേക്കുമാണ്. ആൾക്കും തന്നെ മേലൊരു നോട്ടമുള്ള പോലെ തോന്നി. അവസരം മുതലെടുത്ത് ഏത് പെണ്ണിനെയും സ്വന്തമാക്കുന്ന പോലെ അവളെയും വളച്ചൊടിച്ച് കൈക്കലാക്കി. അവനറിയാതെ അവളോട് ചാറ്റിങ്ങും സംസാരവും തുടങ്ങി. 3 മാസത്തോളം വളർന്ന ബന്ധം. ഇനി അവളുടെ ശരീരം അറിയാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നായപ്പോൾ ഒരു ദിവസം അവളെ റൂമിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് അവൾ വരാമെന്ന് സമ്മതിച്ചും രണ്ടുപേരും മാത്രമായിട്ടൊരു പാർട്ടി ഒരുക്കി. അവൾക്കായി കാത്തിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് മുഴങ്ങുന്നത്. ഡോർ തുറന്നു നോക്കുമ്പോൾ അവൾ തന്നെയായിരുന്നു. ശരീരത്തിന്റെ 3/4 ഭാഗം നഗ്നത പ്രദർശിപ്പിച്ച് നിൽക്കുന്നവളുടെ സൗന്ദര്യം ഒരു സെക്കൻഡ് കൊണ്ട് ആസ്വദിച്ച് അവളെയും കൊണ്ട് അകത്തേക്ക് കയറി ഡോർ വലിച്ചടച്ചു. തൊട്ടും തലോടിയും മാത്രങ്ങൾ കവർന്നെടുത്ത് മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടിൽ ഞാൻ തന്നെ തയ്യാറാക്കിയ ഡ്രിങ്ക്സുകളും ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കപ്പോഴോ കണ്ണുകൾ മറിഞ്ഞു അവൾ താങ്ങി പിടിച്ച ഓർമ്മയുണ്ട്. അഗാധമായൊരു ഉറക്കം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം മിഴികൾ തുറന്നപ്പോൾ സ്ഥലകാലബോധം വീണ്ടെടുക്കാൻ സമയം കുറച്ച് വേണ്ടി വന്നു. പിന്നീടാണ് ഓരോ സത്യങ്ങളും മനസ്സിലാക്കുന്നത്. വിലപ്പെട്ട ഒന്നും തന്നെ കാണാനില്ല. ഫോണ്, വാച്ച്, ATM കാർഡുകൾ.
പേഴ്സ്, ചില ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്, വിസ, അങ്ങനെയൊന്നും. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇരുകൈകൾ കൊണ്ട് തലയും താങ്ങി അങ്ങനെ ഇരുന്നു. മിഴികൾ ഇറുക്കി അടച്ച് ഓർമ്മകളുടെ താഴ്വരയിലൂടെ സഞ്ചരിച്ചതും ഒരു മിന്നായം പോലെ ചിലതൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തി. അർദ്ധബോധാവസ്ഥയിൽ അവൾ തന്നോട് എന്തൊക്കെയോ ചോദിച്ചു, എന്തൊക്കെയോ പേപ്പറുകൾ കാണിച്ച് അതിലൊക്കെ സൈൻ ചെയ്യിപ്പിച്ചു. അല്ല, അവള് മാത്രമല്ല, അവനുണ്ടായിരുന്നു, അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നവൻ. രണ്ടുപേരും ചേർന്നാണ് എല്ലാം ഒപ്പിട്ട് വാങ്ങിയത്. ആദ്യം മുതലേ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു വലിയ ചതി. ഓർക്കവേ ഒരു അഗാധ ഗർത്തത്തിൽ അകപ്പെട്ടവനെ പോലെ തോന്നിയവന് ഒന്ന് ഉച്ചത്തിൽ അലറാൻ തോന്നി. പെട്ടെന്നാണ് കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. നോക്കുമ്പോൾ അവിടുത്തെ ജോലിക്കാരനാണ്. അരമണിക്കൂറിൽ റൂം വിട്ട് ഇറങ്ങണമെന്നും ബില്ല് നേരത്തെ കൂടെയുള്ളവർ പേ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. എന്തെന്നോ എങ്ങനെയെന്നോ അറിയാതെ കുറച്ച് സമയം അവിടെ തന്നെ തറഞ്ഞുപോയി. ശേഷമുള്ള ഡ്രസ്സും വാരിപ്പറിക്ക് പുറത്തേക്ക് കടന്നു. ഒരു 5 പൈസയും കയ്യില്ലാതെ വിസയും പാസ്പോർട്ടും നഷ്ടപ്പെട്ടു. ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ജീവിതം തെരുവിലായി. 6 മാസം കൂടി പിന്നിട്ടു. സോന അസിന്റെ കൂടെ വിദേശത്തേക്ക് മടങ്ങുകയും ജോലി ലൈഫായിട്ട് അവിടെ സെറ്റിൽഡ് ആവുകയും ചെയ്തു. അതോടെ വീട് വീണ്ടും ഹാപ്പി. ഇനി ഇവരിങ്ങനെ കൺട്രോളില്ലാതെ തുറന്നു വിട്ടുകൂടായും തുടരെയുള്ള അശരീരി കണക്കിലെടുത്ത് ലാസ്റ്റ് സെം എക്സാം കൂടി കഴിഞ്ഞാൽ റിൻഷയുടെയും ആശയുടെയും നിക്കാഹ് നടത്താമെന്ന് തീരുമാനമെടുത്തു വീട്ടുകാരെല്ലാം കൂടി. ഒരത്യാവശ്യത്തിനായി പുറത്തുപോയ റെയ്യാനും ഫെബി വിളിച്ചിട്ട് വരുന്ന നജീബും മുന്നിലും പിന്നിലുമായിട്ടാണ് വീട്ടുമുറ്റത്ത് വന്നിറങ്ങിയത്. സിറ്റ് ഔട്ടിലെ സ്റ്റെപ്പിൽ എന്തോർത്തിരിക്കുന്ന ഫെബിക്ക് ഇരുവശത്തുമായി ആ രണ്ടുപേരും ചെന്നിരുന്നു. എന്തു പറ്റിക്ക? കാര്യ ആലോചനയിലാണോ? അവൾക്ക് ഛർദിയാ. റെയ്യാൻ ചോദിച്ചിരുമുന്നെ ഫെബിയുടെ മറുപടി വന്നിരുന്നു. ആണോ? പാവം, രാവിലെ പോയതല്ലേ ഞാൻ. ചെന്നോട്ടെ, പ്രസവം എടുക്കുമ്പോൾ ഛർദിയും ക്ഷീണം കൂടുന്ന ഉമ്മനില പറഞ്ഞിരുന്നു. ആഫ്രിക്കാണെന്ന് എഴുതി റെയ്യാൻ പെട്ടെന്ന് ഇരുന്നിടത്ത് എഴുന്നേക്കാൻ ശ്രമിച്ചതും ഫെബിയാന്റെ കയ്യിൽ പിടിച്ച് അടഞ്ഞു. അവൾക്കല്ല, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് മറ്റവൾക്കാ. മറ്റവൾക്കോ? ആദിക്ക്. ആ തോന്നി. ആൾക്ക് വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അമ്മാതിരി സാധനങ്ങളല്ലേ വലിച്ചുവാരി കഴിക്കുന്നത്. ഗുണവും പോഷകങ്ങളും ഒന്നും അവൾക്ക് വേണ്ട. ബാക്കിൽ വരുന്ന എരിവും പുളിയും കിടന്ന കളറടിച്ച ഓരോ സാധനങ്ങൾ, അതും എത്രയെന്ന് വിചാരിച്ച കണ്ട കൺട്രോളില്ല അവൾക്ക്. ഇതാതല്ലടാ, മറ്റേതാ. മറ്റേതോ? ഗർഭം. ആ റെയ്യാൻ നജീബും കണ്ണു തള്ളിയോണ്ട് പരസ്പരം നോക്കി. എന്നാലും എന്റെ പഹയ, കഴിഞ്ഞ മാസത്തിലെ മോട് ബർത്ത്ഡേ കഴിഞ്ഞ് അപ്പോഴേക്കും നജീബ് ഫെബിയെ നോക്കി താടി കൈ കൊടുത്തു. പറ്റിപ്പോയി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോളുടെ കാര്യമൊത്ത് ആദ്യം ടെൻഷനില്ല. ഒരു വിധത്തിലാണ് പറഞ്ഞ് സമാധാനിപ്പിച്ച്. ഗൈനക്കോളജിസ്റ്റിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്, പോവാൻ നിൽക്കുക. മക്കളെയൊക്കെ പടച്ചു തരുമ്പോൾ സ്വീകരിക്കണം. ഒരു മടിയും വിചാരിക്കരുത്. നീ ഏതായാലും പോയി വാ, കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ. മോളുടെ കാര്യം പറഞ്ഞപ്പോൾ ഫെബിയുടെ മുഖത്ത് വന്ന് തെളിച്ച കുറവ് നജീബും ശ്രദ്ധിച്ചിരുന്നു. അവൻ വേഗം വിഷയം മാറ്റിവിട്ടു. പിന്നെ ആകെയുള്ള ഫെബിയുടെ ആശ്വാസവും പ്രതീക്ഷയും റെയ്ഹാനാണ്. അത്രയൊക്കെ കൂട്ടാണ് അവനും മോളും തമ്മിൽ. ടോക്കൺ നമ്പറും കാത്ത് ഹോസ്പിറ്റലിൽ ചെയറിലിരിക്കായിരുന്നു അവർ. ആദ്യം ഒട്ടും വയ്യം തോന്നിയതും ആൾ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മൂർത്താവിൽ നിന്ന് അമർത്തി ചുംബിച്ചു അവൻ. തലയുയർത്തി നോക്കിയത് ഓപ്പോസിറ്റ് ചെയറിലിരിക്കുന്ന കപ്പിൾസ് പുഞ്ചിരിയോടെ തങ്ങളെ തന്നെ വീക്ഷിക്കുന്നുണ്ട്. അവനൊന്ന് ചിരിച്ചു കൊടുത്തു. ലവ് മാരേജ് ആണോ? ചുണ്ടിൽ വിരിഞ്ഞ അതേ പുഞ്ചിരിയോടെ അല്ലെന്ന് ഫെബി തലേനിക്ക്. അറേഞ്ച്ഡ് മാരേജാ? പക്ക അറേഞ്ച്ഡ് മാരേജ്. അവനൊന്നുകൂടി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് ആ നെറുകയിൽ മുത്തി. വരാനിരിക്കുന്ന നല്ല നാളുകളെ സ്വപ്നം കണ്ട് ഡോക്ടറുടെ വിളിയും കാത്ത ചെയറിൽ തുടർന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റന്നാൾ മുതൽ പുതിയ കഥ ആരംഭിക്കുന്നതാണ്.